തോന്നൂല ഞാൻ മാത്രമാണ് തെറ്റിയതെന്ന്. എന്തു പറഞ്ഞിട്ട് മനസ്സിലാവുന്നുമില്ല. അഭിനവ് ചിന്തിച്ചു. അവൻ അപ്പോഴും അനന്യയുടെ മുറിയുടെ പുറത്ത് നിൽക്കുകയായിരുന്നു. ബാക്കി മുറികളിലൊന്നും തനിക്ക് സ്ഥലം കിട്ടില്ലെന്ന് അറിയാമായിരുന്നത് കൊണ്ട് അഭിനവ് ആ വീട്ടിലെ ജോലിക്കാർ ഉറങ്ങുന്നിടത്തേക്ക് പോയി. അവിടെ ഭാഗ്യവശാൽ ഒരു കട്ടിൽ ഒഴിഞ്ഞു കിടക്കുന്നത് അവൻ കണ്ടു. പകല് മുഴുവൻ അധ്വാനിച്ച് ക്ഷീണത്തോടെ വന്ന് കിടന്നുറങ്ങുന്ന ജോലിക്കാർ അവൻ വന്നതും അവരുടെ കൂടെ കിടന്നതും ഒന്നും ശ്രദ്ധിച്ചില്ല. ഓരോന്ന് ചിന്തിച്ച അബി ഒന്ന് കണ്ണടച്ചപ്പോഴേക്കും നേരം ഒരുപാട് വൈകിയിരുന്നു. എങ്കിലും രാവിലെ നേരത്തെ തന്നെ അവൻ ഉണർന്നു. വിക്രം പറഞ്ഞതുപോലെ റെഡിയായി അവൻ SR പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിലെത്തി. ഓഫീസിനുള്ളിലേക്ക് പ്രവേശിക്കാൻ നോക്കുമ്പോൾ അകത്തു നിന്നും സൗരവ് മേനോൻ ഇറങ്ങുന്നത് അവൻ കണ്ടു. സൗരവ് അവനെയും കണ്ടിരുന്നു. സൗരവ് കൗശലപൂർവ്വം അവനെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചു. സെക്യൂരിറ്റി, നിങ്ങൾ എന്ത് നോക്കി നിൽക്കുക? സൗരവ് അങ്ങനെ വിളിച്ചു പറഞ്ഞതും സെക്യൂരിറ്റിക്കാർ അവന്റെ അരികിലേക്ക് ഓടിയെത്തി. ഈ ദരിദ്രാവസ്ഥ അകത്തേക്ക് വിടരുത്. വിക്രം സാറിനെ ശല്യപ്പെടുത്താൻ ഇവൻ വന്നിരിക്കുന്നത്. ഇവനെങ്ങനെ അകത്തു പോയാൽ നിങ്ങളുടെ ജോലി തെറിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇത് കേട്ട ഉടനെ സെക്യൂരിറ്റിക്കാർ അഭിനവിന്റെ വഴി തടഞ്ഞു നിന്നു. ഉടൻ സൗരവ് അഭിനവിന്റെ അരികിലേക്ക് വന്നു. അഭിനവ്, ഞാൻ ഫ്രീ ആയിട്ട് നിനക്കൊരു ഉപദേശം തരാം. വല്ല കൂലിപ്പണിക്ക് പോയി ജീവിക്കാൻ നോക്ക്. നിന്റെ അച്ഛൻ വിക്രം സാറിന്റെ കാർ ഓടിച്ചിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ചുമ്മാ ഇവിടെ ഇങ്ങനെ കയറി ഇറങ്ങരുത്. ഇത്രയ്ക്ക് അങ്ങോട്ട് സഹായിക്കാൻ അവര് നിന്റെ സുഹൃത്തുക്കളൊന്നുമല്ലല്ലോ. നിന്റെ അച്ഛൻ വിക്രം സാറിന്റെ വെറും ഒരു ഡ്രൈവർ മാത്രമായിരുന്നില്ലേ? സൗരവന്റെ വാക്കുകൾ കേട്ട് അഭിനവ് ചിരിച്ചു. ഓഫീസിന് മുന്നിൽ വെച്ച് അനാവശ്യമായ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ അവൻ ആഗ്രഹിച്ചില്ല. പക്ഷെ സൗരവനൊന്ന് കളിയാക്കണമെന്ന് അവൻ കരുതി. എന്നിട്ട് ഫോൺ കയ്യിലെടുത്ത് വിക്രമിന്റെ നമ്പർ ഡയൽ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ട് അബി അവനെ നോക്കി കുനിഞ്ഞ് കൈകൊണ്ട് വാപൊത്തി പിടിച്ച് ഓച്ചാനിച്ച് നിൽക്കുന്ന ആക്ഷൻ കാണിച്ചു. ഓംബ്ര, അടിയനുടനെ പൊയ്ക്കോളാമേ. അവൻ പറഞ്ഞത് കേട്ട് സൗരവ് ദേഷ്യത്തോടെ മുന്നോട്ട് വന്നു. അപ്പോൾ അബി പറഞ്ഞു, എന്താണ് നിനക്ക് ഡ്രൈവർമാരുടെ ഒരു പുച്ഛം? വിക്രം സാറിന്റെ ജീവൻ സ്റ്റിയറിംഗിൽ പിടിച്ചിരുന്ന ആളായിരുന്നു എന്റെ അച്ഛൻ. അതൊന്നും നിന്നെപ്പോലുള്ള അമൂൽ ബേബിക്ക് മനസ്സിലാവില്ല. വിരലും വായിലിട്ട് പോയി നിന്റെ പണി നോക്കടാ. അപ്പോഴേക്കും കറുത്ത സ്കേർട്ടും വെളുത്ത ഷർട്ടും ധരിച്ച ഒരു പെൺകുട്ടി അവന്റെ അടുത്തേക്ക് നടന്നു വന്നു. അവൾ വന്ന ഉടനെ അഭിനവിനെ ഒന്ന് നോക്കി. ശേഷം സെക്യൂരിറ്റിക്കാരുടെ അടുത്തേക്ക് ചെന്നു. വിക്രമിന്റെ പേഴ്സണൽ സെക്രട്ടറി ജെന്നിഫർ ആയിരുന്നു അത്. നിങ്ങൾ പോയിക്കോളൂ, ഇയാളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം, അവൾ സെക്യൂരിറ്റിയോട് പറഞ്ഞു. ഇത് കണ്ട് സൗരവിന് തന്റെ ബോധം നഷ്ടപ്പെടുന്നത് പോലെ തോന്നി. അന്ന് പാർട്ടിയിലും ഇപ്പോൾ ഇവിടെയും അഭിനവ് സൗരവിനെ ഞെട്ടിച്ചു. ഈ രണ്ടിടത്തും അഭി നാണം കെടുന്നത് കാണാൻ സൗരവ് കാത്തിരുന്നു. എന്നാൽ നിരാശയായിരുന്നു ഫലം. സൗരവ് എന്തോ പറയാൻ വേണ്ടി ശ്രമിച്ചതും വിക്രമിന്റെ സെക്രട്ടറി ജെന്നിഫർ അവരോട് നിശബ്ദനായിരിക്കാൻ ആംഗ്യം കാണിച്ചു. അതോടെ അഭിനവിന്റെ മുന്നിൽ താൻ നാണം കെട്ടതുപോലെ സൗരവിന് തോന്നി. അയാളുടെ മുഖം കണ്ടപ്പോൾ അഭിനവിന് വളരെ സന്തോഷം തോന്നി. സാറ്റിസ്ഫാക്ഷൻ അറ്റ് പീക്ക്, അഭിനവ് ചിന്തിച്ചു. സൗരവിനെ നോക്കി ചിരിച്ചുകൊണ്ട് അവൻ ജെന്നിഫറോടൊത്ത് അകത്തേക്ക് പോയി. ഞാൻ വരുന്ന കാര്യം വിക്രം നിങ്ങളോട് പറഞ്ഞിരുന്നോ? അഭിനവ് ചോദിച്ചു. ഇത് കേട്ട ഉടനെ ജെന്നിഫറിന് നെറ്റി ചുളിഞ്ഞു. ഇവിടെ ജോലിക്ക് വന്ന അഭിനവിനെ പോലെ ഒരാൾ വിക്രം സാറിനെ പേര് വിളിച്ചത് തന്നെ അവൾക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അവൾ മനഃപൂർവ്വം അഭിനവിന് മറുപടി നൽകിയില്ല. ജെന്നിഫർ അഭിനവിനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ തന്റെ ക്യാബിൻ ഡോർ തുറന്ന് അകത്തേക്ക് കയറി. അഭിനവും അവളുടെ പുറകെ അകത്തേക്ക് കയറി. നിങ്ങൾ എന്റെ ചോദ്യത്തിന് ഉത്തരം തന്നില്ലല്ലോ, ചെവി കേൾക്കുന്നില്ലെന്നുണ്ടോ? അഭിനവ് ചോദിച്ചു. എക്സ്ക്യൂസ് മീ, ജെന്നിഫർ അഭിനവിനോട് പറഞ്ഞു. ശേഷം അവൾ മേശപ്പുറത്ത് എന്തോ പരതാൻ തുടങ്ങി. അവളുടെ പെരുമാറ്റത്തിൽ നിന്നും അവൾക്ക് തന്നെ ഇഷ്ടമായില്ലെന്ന് അഭിനവിന് മനസ്സിലായി. ജെന്നിഫർ തന്റെ മേശപ്പുറത്ത് വെച്ചിരുന്ന ഒരു പേപ്പർ എടുത്ത് അഭിനവിന്റെ നേരെ നീട്ടി. അഭിനവ് ആ പേപ്പർ വാങ്ങി വായിക്കാൻ തുടങ്ങി. ആ പേപ്പറിൽ അഭിനവിന് ചെയ്യാൻ കഴിയുന്ന ജോലികളുടെ പേരുകൾ എഴുതിയിരുന്നു. അഭിനവ് ഏത് ജോലി ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശവും വിക്രം അവന് നൽകിയിരുന്നു. അഭിനവ് ലിസ്റ്റിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അതിൽ ചില ജോലികളുടെ മുകളിൽ നക്ഷത്ര ചിഹ്നം ഇട്ടിരിക്കുന്നത് കണ്ട് അവൻ ജെന്നിഫറെ നോക്കി. ഇതിലൊക്കെ എന്താ സ്റ്റാർ ഇട്ടിരിക്കുന്നത്? അവൻ ജെന്നിഫറോട് ചോദിച്ചു. ഇതൊക്കെ വേക്കൻസി ഇല്ലാത്ത പോസ്റ്റുകളാണ്. സ്റ്റാർ ഉള്ള എല്ലാ പോസ്റ്റിലും നേരത്തെ തന്നെ എഫിഷ്യന്റ് ആയ ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ളത് നിങ്ങൾക്ക് നോക്കാം, ജെന്നിഫർ പറഞ്ഞു. അഭിനവ് ആ ലിസ്റ്റ് ഒന്നുകൂടി പരിശോധിച്ചു. നിങ്ങൾക്ക് ചായ വേണോ അതോ കോഫിയോ? ജെന്നിഫർ ചോദിച്ചു. എനിക്ക് രണ്ടും വേണ്ട, എനിക്ക് ഇതിൽ പറഞ്ഞിരിക്കുന്ന മാനേജർ പോസ്റ്റ് മതി. അഭിനവ് അവളെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മിസ്റ്റർ, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? ആ പോസ്റ്റിൽ ഒഴിവില്ല. അതിന്റെ നേരെ സ്റ്റാർ ഇട്ടിരിക്കുന്നത് കണ്ടില്ലേ? ജെന്നിഫർ അക്ഷമയോട് പറഞ്ഞു. അതെനിക്കറിയാം, അഭിനവും ഗൗരവത്തോടെ തന്നെ പറഞ്ഞു. അറിഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഓൾറെഡി ഫില്ലായ പോസ്റ്റിൽ നിങ്ങൾ എങ്ങനെയാ നിയമിക്കുന്നത്? അതോ ഇനി ആ ജീവനക്കാരെ കമ്പനിയിൽ നിന്ന് പുറത്താക്കണമെന്നാണോ പറയുന്നത്? ജെന്നിഫർ ദേഷ്യത്തോടെ ചോദിച്ചു. അങ്ങനെ ഞാൻ പറഞ്ഞില്ല, നീ വെറുതെ എഴുതാപ്പുറം വായിക്കാം. എന്താ നിന്റെ പേര്? അഭിനവ് ചോദിച്ചു. ജെന്നിഫർ,
അവൾ ദേഷ്യത്തോടെ പറഞ്ഞു. അഭിനവന്റെ ചോദ്യങ്ങൾ അവളെ പ്രകോപിപ്പിച്ചു. നോക്ക് ജെന്നിഫർ, നീ എനിക്ക് ലിസ്റ്റ് കൊണ്ടുവന്ന് തന്നു. ഞാനതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട പോസ്റ്റ് തിരഞ്ഞെടുത്തു. ഇതിലെന്താ തെറ്റ്? വിക്രമനോട് ചോദിച്ചിട്ട് തീരുമാനിച്ചാ മതി, അഭിനവ് പറഞ്ഞു. ഒരുപാട് ആലോചിച്ച് അഭിനവ് എടുത്ത തീരുമാനമായിരുന്നു SR ഗ്രൂപ്പിലെ മാനേജർ സ്ഥാനം ഏറ്റെടുക്കുക എന്നത്. തനിക്ക് അവകാശപ്പെട്ടതാണ് ഈ കമ്പനി. പക്ഷെ രോഹൻ വരുന്നതിന് മുൻപ് അവൻ അത് ഏറ്റെടുക്കാൻ കഴിയില്ലായിരുന്നു. അതുകൊണ്ടാണ് തൽക്കാലത്തേക്ക് അവൻ മാനേജർ സ്ഥാനം ആവശ്യപ്പെട്ടത്. അങ്ങനെയാകുമ്പോ അവൻ അനന്യയുടെയും അവളുടെ മാതാപിതാക്കളുടെയും മുന്നിൽ നട്ടെല്ല് നിവർത്തി നിൽക്കാൻ കഴിയും. എന്നാൽ ജെന്നിഫർ അഭിനവിന്റെ പെരുമാറ്റം ഒട്ടും ഇഷ്ടമായില്ല. എങ്കിലും വിക്രം സാർ പറഞ്ഞതുകൊണ്ട് അവൾ അഭിനവിനോട് മുഖം കറുത്ത് യാതൊന്നും സംസാരിച്ചില്ല. ശരി മിസ്റ്റർ അഭിനവ്, ഇനി എനിക്ക് നിങ്ങളെ കുറിച്ച് ചില വിവരങ്ങൾ ആവശ്യമാണ്. ഈ ഫോം ഒന്ന് ഫില്ല് ചെയ്തോളൂ, എന്നിട്ട് നാളെ തന്നെ വന്ന് ജോയിൻ ചെയ്തോളൂ, ജെന്നിഫർ പറഞ്ഞു. അഭിനവ് അവളുടെ കയ്യിൽ നിന്ന് ഫോം വാങ്ങി ഫില്ല് ചെയ്ത് കൊടുത്തു. അതിനുശേഷം അവളോട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. നാളെ മുതൽ ജോലിക്ക് പോകണമെന്നുണ്ടെങ്കിൽ നല്ല കുറച്ച് വസ്ത്രങ്ങളോട് വേണം. ഒരു മാനേജറുടെ നിലവാരത്തിലുള്ള വസ്ത്രങ്ങൾക്കൊപ്പം എനിക്ക് എന്റെ ഫോണും മാറ്റേണ്ടതുണ്ട്. അഭി പോകുന്ന വഴി ഇങ്ങനെ ചിന്തിച്ചു. വിക്രം കൊടുത്ത ചെക്ക് അവന്റെ പോക്കറ്റിൽ തന്നെ ഉണ്ടായിരുന്നു. ആ പണം ഉപയോഗിച്ച് തനിക്ക് ആവശ്യമുള്ള വസ്ത്രവും മൊബൈൽ ഫോണും എല്ലാം വാങ്ങാമെന്ന് അവൻ തീരുമാനിച്ചു. മാത്രമല്ല, അനന്യയുടെ മാതാപിതാക്കളുടെ മുന്നിൽ പോയി നിൽക്കുമ്പോൾ ഒരിക്കലും അവർക്ക് തന്നെ കൊണ്ട് നാണക്കേട് തോന്നരുതെന്ന് അവൻ കരുതി. അഭിനവ് ആ ചെക്കിലെ എമൗണ്ട് തന്റെ അക്കൗണ്ടിലേക്ക് മാറ്റാനായി ബാങ്കിൽ പോയി. ബാങ്കിലെത്തിയതും ആരോ തന്നെ വിളിക്കുന്നത് കേട്ട് അഭിനവ് അവിടേക്ക് നോക്കി. അത് പ്രണവായിരുന്നു. അല്ല, ഇതാരാ വന്നിരിക്കുന്നത്? ഇങ്ങോട്ട് തന്നെ വന്നതാണോ? സ്ഥലം മാറി വന്നതല്ലോ അല്ലേ? പ്രണവ് അഭിനവനെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. പ്രണവ് ഒരു ബാങ്കറായിരുന്നു. ഒരു വലിയ കോടീശ്വരനൊന്നും അല്ലെങ്കിലും അത്യാവശ്യം സമ്പത്തുള്ള ഒരാളായിരുന്നു പ്രണവ്. കാഴ്ചയിൽ അഭിനവന്റെ അത്ര ഭംഗിയൊന്നും ഇല്ലെങ്കിലും എക്സിക്യൂട്ടീവ് സ്റ്റൈലിൽ നടക്കുന്നത് കൊണ്ട് പ്രണവിന് ഒരു സ്മാർട്ട് അപ്പിയറൻസ് ഉണ്ടായിരുന്നു. പ്രണവിന് വേണ്ടി അഭിനവ് ഡെലിവറി ജോലി ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് അയാൾ അവനെ പരിചയപ്പെട്ടത്. ഹലോ, എനിക്കൊരു ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്യണം, പിന്നെ അക്കൗണ്ടിൽ നിന്ന് കുറച്ച് പൈസ എടുക്കണം. അതും പറഞ്ഞുകൊണ്ട് അഭിനവ് കയ്യിലിരിക്കുന്ന ചെക്ക് പ്രണവിന് നേരെ നീട്ടി. ചെക്കൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യാം, പക്ഷെ കൗണ്ടർ വഴി വലിയ തുക മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. 1000 2000 ഒക്കെ ആണെങ്കിൽ വല്ല ATM വഴി എങ്ങനെ എടുക്ക്. പ്രണവ് അഭിനവനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ പറഞ്ഞു. എനിക്ക് കുറച്ച് കൂടുതൽ പണം വേണം. അത്രയും വലിയ തുക ഒറ്റയടിക്ക് എടുത്തു തരാൻ ചിലപ്പോ നിങ്ങൾക്ക് കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ മാനേജറെ ഒന്ന് കാണണം, അഭിനവ് ഗൗരവത്തോടെ പറഞ്ഞു. ഇത് കേട്ട ഉടനെ പ്രണവ് ഉറക്കെ ചിരിച്ചു. നിന്റെ കാര്യത്തിലാണെങ്കിൽ ഇവിടുത്തെ മാനേജർ ഒന്നും കാണേണ്ട ആവശ്യമില്ല, ഞാൻ തന്നെ ശരിയാക്കി തരാം. എവിടെ നിന്റെ ചെക്ക് കാണിക്ക്. അവൻ പ്രണവിനെ തന്റെ ചെക്ക് കാണിച്ചു കൊടുത്തു. പ്രണവ് ചെക്കിലേക്കൊന്ന് നോക്കി. എന്നിട്ട് അഭിനവന്റെയും മറ്റുള്ളവരുടെയും കൺമുന്നിൽ വെച്ച് തന്നെ അവൻ ആ ചെക്ക് കീറി. എന്നിട്ട് അത് അഭിനവന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു. നീ എന്താണ് ചെയ്തത്? ഞാൻ കൊണ്ടുവന്ന ചെക്ക് കീറിക്കളയാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? അഭിനവ് പ്രണവിന്റെ കോളറിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. സെക്യൂരിറ്റി വിളിക്ക്. വ്യാജ ചെക്ക് കൊണ്ടുവന്ന് ബാങ്ക് ജീവനക്കാരെ പറ്റിക്കെന്നാണോ നിന്റെ വിചാരം? ഞങ്ങളെന്താ പൊട്ടന്മാരാണോ? ഇവരെ ഇവിടെ എവിടെയെങ്കിലും കൊണ്ടുപോയി പൂട്ടിയിട്, എന്നിട്ട് പോലീസിനെ വിളിക്ക്. പ്രണവ് അലറി. അഭിനവ് തന്റെ കീറിയ ചെക്കിന്റെ കഷ്ണങ്ങളെല്ലാം നിലത്തുനിന്ന് പെറുക്കിയെടുത്തു. അവനത് തന്റെ കൈക്കുമ്പിളിൽ വെച്ച് ദേഷ്യത്തോടെ മുഷ്ടി ചുരുട്ടി. സെക്യൂരിറ്റിക്കാർ വന്ന് അഭിനവിന്റെ ചുറ്റിനും വളഞ്ഞു. വീഴടാ എന്നെ, അഭിനവ് പറഞ്ഞു. അവൻ ഗാർഡ്സിന്റെ കയ്യിൽ നിന്ന് സ്വയം മോചിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷെ അവരവനെ വിട്ടില്ല. പ്രണവും ബാങ്കിലുള്ള മറ്റുള്ളവരും ഈ കാഴ്ച കണ്ട് രസിച്ചു. സെക്യൂരിറ്റി ഗാർഡ്സ് അഭിനവനെ കൊണ്ട് പുറത്തേക്ക് പോകുമ്പോൾ പുറകിൽ നിന്നൊരാൾ വിളിച്ചു. എന്താ ഇവിടെ ബഹളം? എല്ലാവരും അങ്ങോട്ട് നോക്കി. അത് ബൽറാം ആയിരുന്നു. ബൽറാമിനെ കണ്ടപ്പോൾ അഭിനവിന് ആശ്വാസം തോന്നി. ഇനി തനിക്കെതിരായി ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് അവൻ ഉറപ്പായിരുന്നു. പ്രണവ് ബൽറാമിന്റെ അരികിലേക്ക് ചെന്നു. സോറി സർ, സോറി ഫോർ ദി ഇൻകൺവീനിയൻസ്. ഒരുത്തൻ വ്യാജ ചെക്കുമായിട്ട് വന്നതായിരുന്നു. അവരെ പിടിച്ച് പോലീസിനെ ഏൽപ്പിക്കുന്നതിന്റെ ബഹളമാണ്, പ്രണവ് വളരെ താഴ്മയോടെ ബൽറാമിനോട് പറഞ്ഞു. ഇത് കേട്ടതും ബൽറാം പല്ലുകൾ ഞെരിച്ചു. അത് കണ്ടപ്പോ അയാളുടെ ഒരടി കിട്ടിയാൽ താൻ മരിച്ചു പോകുമെന്ന് അറിയാവുന്നത് കൊണ്ട് പ്രണവ് ഒരടി പിന്നിലേക്ക് നീങ്ങി. ബൽറാം ഗാർഡ്സിന്റെ നേരെ തിരിഞ്ഞു. അവനെ വിട്, ബൽറാം അവരോട് അലറിക്കൊണ്ട് പറഞ്ഞു. അതിനുശേഷം അയാൾ മാനേജറുടെ ക്യാബിനിലേക്ക് നടന്നു. കുറച്ച് മുന്നോട്ടെത്തിയതും അയാൾ തിരിഞ്ഞ് അഭിനവിനോടും കൂടെ വരാൻ ആംഗ്യം കാണിച്ചു. അഭിനവ് ഉടനെ ബൽറാമിന്റെ പുറകെ പോയി. പ്രണവും അവരുടെ പിന്നാലെ പോകാൻ തുടങ്ങിയപ്പോൾ ബൽറാം തിരിഞ്ഞ് ദേഷ്യത്തോടെ പ്രണവിനെ നോക്കി. നിന്നെ ഞാൻ വിളിച്ചില്ല, കത്തുന്ന കണ്ണുകളോടെ ബൽറാം പ്രണവിനെ നോക്കി പറഞ്ഞു. പ്രണവ് പരിഭ്രമത്തോടെ അവിടെ തന്നെ നിന്നു. ബൽറാം ഇത്രയും ദേഷ്യത്തിൽ അവനെ നോക്കിയപ്പോൾ പ്രണവിന്റെ ഉള്ളിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞുപോയി. കസ്റ്റമേഴ്സിനോട് ഇവൻ കാണിച്ച പോക്കൃത്തരമാണ്. ഒരിക്കലും ഇത് അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല. ഇയാളെ കുറിച്ചുള്ള കംപ്ലൈന്റ് മാനേജറോട് പറയാനാണ് നമ്മൾ പോകുന്നത്. ബൽറാം പറഞ്ഞത് കേട്ടപ്പോൾ അഭിനവിന് ആശ്വാസമായി. ബൽറാമിന്റെ ദേഷ്യം കണ്ടപ്പോൾ താൻ ആരാണെന്ന സത്യം അയാൾ പറയുമോ എന്ന് അഭി ഭയന്നിരുന്നു. ഇരുവരും ഒരുമിച്ച് മാനേജറുടെ വലിയ ക്യാബിനിലേക്ക് പ്രവേശിച്ചു. മാനേജർ തന്റെ കസേരയിൽ ഇരുന്ന് തന്റെ ലാപ്ടോപ്പിൽ ചില വിവരങ്ങൾ ചെക്ക് ചെയ്യായിരുന്നു. ബൽറാം മാനേജറുടെ ശ്രദ്ധ ആകർഷിക്കാൻ വാതിൽ ശക്തിയായി തട്ടി.
പെട്ടെന്ന് മാനേജറുടെ കണ്ണുകൾ അവിടേക്ക് എത്തി. വാതിക്കൽ ബൽറാം നിൽക്കുന്നത് കണ്ടപ്പോൾ മാനേജർ കസേരയിൽ നിന്ന് എഴുന്നേറ്റു. എന്നിട്ട് ഉടനെ അയാൾ ബൽറാമിന്റെ അരികിലേക്ക് ചെന്നു. ബൽറാം സാർ എന്തിനാണ് കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വന്നത്? എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിപ്പിച്ചാൽ മതിയായിരുന്നല്ലോ. മാനേജർ വിനയത്തോടെ പറഞ്ഞു. നേരിട്ട് വന്നതുകൊണ്ട് ഇപ്പൊ ഇവിടെ നടക്കുന്ന നാടകം കാണാൻ പറ്റി. എല്ലാം കണ്ടിട്ട് അങ്ങനെ മിണ്ടാതെ പോകാൻ തോന്നിയില്ല. നിങ്ങളോട് അതേപ്പറ്റി സംസാരിക്കാനാണ് ഞാൻ വന്നത്, ബൽറാം പറഞ്ഞു. കാര്യം അല്പം ഗൗരവമാണെന്ന് മാനേജർക്ക് മനസ്സിലായി. ബാങ്കിന്റെ പ്രീമിയം മെമ്പറാണ് ബൽറാം. അദ്ദേഹത്തെ പിണക്കിക്കൊണ്ട് യാതൊന്നും ഇവിടെ ചെയ്യാൻ മാനേജറെ കൊണ്ട് കഴിയില്ല. അതുകൊണ്ട് മാനേജർ അയാളുടെ മുന്നിൽ പഞ്ചപുച്ഛം അടക്കി നിന്നു. നിങ്ങൾക്കറിയാവോ ഇത് ആരാണെന്ന്? ബൽറാം അഭിനവിനെ നേരെ നോക്കിക്കൊണ്ട് മാനേജരോട് ചോദിച്ചു. മാനേജർ അഭിനവിനെ നോക്കി. അഭിനവിന്റെ മുഖം കണ്ടപ്പോൾ എവിടെയോ കണ്ടുമറന്നൊരു മുഖം പോലെ അയാൾക്ക് തോന്നി. അയാളുടെ കണ്ണുകൾ അവന്റെ ദേഹത്തേക്ക് ഓടി നടന്നു. ഒടുവിൽ അത് അവന്റെ മോതിരത്തിലും പതിഞ്ഞു. മോതിരത്തിലെ ചിഹ്നം കണ്ട ഉടനെ മാനേജറുടെ വായ തുറന്നുപോയി. ഇത് ടൈഗറാണോ? മാനേജർ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ചോദിച്ചു. മാനേജർ തന്നെ തിരിച്ചറിഞ്ഞത് കണ്ട് അഭിനവ് അത്ഭുതപ്പെട്ടു. തന്റെ കയ്യിൽ കിടക്കുന്ന മോതിരം കണ്ട് തന്നെ തിരിച്ചറിയണമെങ്കിൽ മാഫിയ കിങ് ഗ്രൂപ്പിനെ കുറിച്ച് നന്നായി അറിയുന്ന ഒരാളാണ് മാനേജർ എന്ന് അഭിനവിന് മനസ്സിലായി. ഇദ്ദേഹത്തിന് അച്ഛനെ അറിയാവോ? അവൻ ബൽറാമിനോട് ചോദിച്ചു. യെസ്, നീ ക്യാപ്റ്റനായ മാഫിയ കിങ് എന്ന വലിയ ഗ്രൂപ്പിലെ മാനേജ്മെന്റ് ലെവലിൽ അവസാനമായി ചേർന്ന ആളാണ് ഇദ്ദേഹം, ബൽറാം അഭിനവിനോട് പറഞ്ഞു. അഭിനവിന് താൻ കേട്ട കാര്യം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പ്രണവ് ജോലി ചെയ്യുന്ന ബാങ്കിലെ മാനേജർ തന്റെ അച്ഛന്റെ കമ്പനിയുടെ ഒരു ആശ്രിതനാണ് എന്നത് അവനെ ഏറെ അത്ഭുതപ്പെടുത്തി. അഭിനവ് എന്തെങ്കിലും പറയുന്നതിന് മുൻപ് മാനേജർ അവന്റെ കാലിൽ വീണു. ടൈഗർ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത്? ഓർഡർ തന്നാ മതി, മാനേജർ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു. ഇപ്പൊ നിങ്ങളൊന്ന് എഴുന്നേക്ക്. മറ്റാർക്കും ഞാൻ ടൈഗർ ആണെന്ന് അറിയില്ല. വെറുതെ ഇതുപോലെ ഓരോന്ന് ചെയ്ത് ഇനി അതെല്ലാരെയും അറിയിക്കണ്ട, അഭിനവ് പറഞ്ഞു. ഇത് കേട്ട ഉടനെ മാനേജർ വേഗം അവിടെ നിന്ന് എഴുന്നേറ്റ് തന്റെ സീറ്റിൽ വന്നിരുന്നു. ടൈഗർ, നിങ്ങളെ കാണാൻ കഴിഞ്ഞത് തന്നെ എന്റെ ഭാഗ്യമാണ്. മാഫിയ ഗ്രൂപ്പ് നാദരില്ലാ കളരിയായി തീരുമെന്നാണ് കരുതിയത്. എന്നാലും നിങ്ങൾ തിരിച്ചു വന്നല്ലോ. ഇനി മാഫിയ ഗ്രൂപ്പിന്റെ മുഖച്ഛായ തന്നെ മാറും, മാനേജർ സന്തോഷത്തോടെ പറഞ്ഞു. മാഫിയ കിങ്ങിന്റെ മുഖച്ഛായൊക്കെ നമുക്ക് പിന്നെ മാറ്റാം. ആദ്യം ഇവിടുത്തെ ജോലിക്കാരെ നിലക്ക് നിർത്താൻ നോക്ക്, ബൽറാം മാനേജരോട് പറഞ്ഞു. അഭിനവനോട് പ്രണവിന് നേരത്തെ അപമര്യാദയെ പെരുമാറിയ കാര്യം ബൽറാം മാനേജർക്ക് വിവരിച്ചു കൊടുത്തു. ഇത് കേട്ട ഉടനെ മാനേജർ തന്റെ മുന്നിലുള്ള ഫോൺ എടുത്ത് ആജ്ഞാപിച്ചു. ആ പ്രണവിനെ ഇങ്ങോട്ട് വിളിക്ക്. ഇതേ സമയം കൊച്ചിയിലെ ഒരു ബഹുനില കെട്ടിടത്തിന്റെ റൂഫ് ടോപ്പിൽ 50-നടുത്ത് പ്രായം തോന്നുന്ന തടിച്ച ശരീരപ്രകൃതിയുള്ള ഒരാൾ സ്വിമ്മിംഗ് പൂളിന് അരികിലുള്ള ചാരുകസേരയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അയാൾ ഒരു ബ്രാൻഡഡ് കൂളിംഗ് ഗ്ലാസ് ധരിച്ചിട്ടുണ്ട്. ബാത്റോപ്പാണ് വേഷം. കഴുത്തിൽ സ്വർണത്തിന്റെ കട്ടിയുള്ള ചെയിൻ, അരികിൽ വില കൂടിയ വിസ്കിയുടെ ബോട്ടിൽ, തൊട്ടടുത്ത് തന്നെ ലോഡ് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു പിസ്റ്റൽ. അരികിൽ നിന്നിരുന്ന ബിക്കിനി ധരിച്ച യുവതി നടന്നു വന്ന് അയാളുടെ മടിയിലേക്ക് ഇരുന്നു. അയാൾ അവളുടെ മൃദുലമായ കവിളിൽ തലോടി. അവൾ അപ്പോൾ അയാളെ നോക്കി വശ്യമായി ഒന്ന് ചിരിച്ചു. ഇതേ സമയം ആരോ അവിടേക്ക് വളരെ വേഗത്തിൽ നടന്നു വരുന്ന ശബ്ദം അയാൾ കേട്ടു. അയാളുടെ ശ്രദ്ധ അവിടേക്ക് മാറി. അങ്ങോട്ട് നടന്നു വന്നത് ആ മനുഷ്യന്റെ സെക്രട്ടറി ആയിരുന്നു. സാർ, ഒരു ന്യൂസ് ഉണ്ട്. ടൈഗർ തിരിച്ചു വന്നിരിക്കുന്നു. വിശ്വസിക്കാവുന്ന സോഴ്സിൽ നിന്ന് കിട്ടിയ വിവരമാണ്. ഇത് കേട്ടതും അയാളുടെ മുഖത്ത് അസ്വസ്ഥത നിറഞ്ഞു. അയാൾ തന്റെ മടിയിലിരിക്കുന്ന പെൺകുട്ടിയെ ഒന്ന് നോക്കി. അവൾ ഒരു സിഗാർ കത്തിച്ച് അയാളുടെ ചുണ്ടിൽ ചേർത്ത് വെച്ചു. അയാൾ ആ സിഗാർ വലിക്കാൻ തുടങ്ങി. സാർ, ഇനി എന്താ ചെയ്യേണ്ടത്? സെക്രട്ടറി അയാളോട് ചോദിച്ചു. അയാൾ സ്വിമ്മിംഗ് പൂളിന് മറുവശത്തേക്ക് നോക്കി. അവിടെ ചങ്ങലകളാൽ ബന്ധനസ്ഥനായ ഒരാളുണ്ടായിരുന്നു. അയാളുടെ ശരീരത്തിൽ നിന്നും രക്തം ഇറ്റു വീഴുന്നുണ്ടായിരുന്നു. അരികിലിരിക്കുന്ന പിസ്റ്റൾ എടുത്ത് ചങ്ങലയിൽ കിടക്കുന്ന അയാളുടെ നേരെ നീട്ടിക്കൊണ്ട് അയാൾ പറഞ്ഞു, ലെറ്റ്സ് ഡു ഇറ്റ് ലൈക്ക് വി യൂസ്ഡ് ടു. അത് കേട്ട് സെക്രട്ടറിയുടെ മുഖത്ത് ഭയം നിഴലിച്ചു. ഇനി എന്ത് സംഭവിക്കും? പ്രണവിന്റെ മാനേജർ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്? അവസാനമായി പ്രത്യക്ഷപ്പെട്ട ആ ക്രൂരനായ വ്യക്തി ആരാണ്? ടൈഗർ എന്ന പേര് കേട്ടപ്പോൾ അയാളുടെ മുഖത്തുണ്ടായ ഭാവഭേദത്തിന് കാരണം എന്താണ്? അറിയാൻ കേട്ടുകൊണ്ടിരിക്കൂ ദ റിട്ടേൺ ഓഫ് ടൈഗർ.